മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ശരണ്യയെ പരിചരിക്കാനായിട്ട് പോകുന്നതും ശരണ്യയെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരമൊക്കെ നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ രാജീവനൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ കമലയോട് സംസാരിക്കുന്നുണ്ട്. അവൾ ശരണ്യയെ സോപ്പിട്ട് മയക്കി എങ്ങനെയായാലും രോഹിത്തിനെ രക്ഷപ്പെടുത്തിയിരിക്കും. നമ്മുടെ ഹരിയാണ് കുടുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അവളോടൊരു മയത്തിലും തന്ത്രത്തിലും നിന്നാൽ നമുക്കൊരു കാര്യമൊക്കെ ഉണ്ടാകും. നീയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ അന്നത്തെ ആ ഒരു ഇതിൻ്റെ ശേഷം ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, അന്നത്തേതിൻ്റേതെന്ന് പറയുമ്പം എന്താ എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിലും നിങ്ങൾക്ക് അവളോട് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു എന്നൊക്കെ പറയുമ്പം ശിവശങ്കരൻ പറയുന്നുണ്ട്, അതിനെക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹരിയെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റും. നിൻ്റെ ഈ സ്വഭാവം വെച്ച് അവളുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ രാജീവനും ശിവശങ്കരനും കൂടെ വൈജയന്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ എന്തായി കാര്യങ്ങൾ, രോഹിത്തിനെയും ഹരിയെയും രക്ഷിക്കാൻ വല്ല വകുപ്പുണ്ടോ, ശ്രമിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചാൽ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും പറയുന്നുണ്ട്, നമ്മളിനി ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അലീന തീരുമാനിക്കണം. അലീന വിചാരിച്ചാൽ അവനെ രക്ഷപ്പെടുത്താനും രണ്ടുപേരെയും രക്ഷപ്പെടുത്താനും കഴിയും. നീ അലീനയോടൊന്ന് സംസാരിച്ചാൽ മതി, നീ മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പട്ടി അവളോട് മാപ്പ് പറയും, ഞാൻ അവളോട് മാപ്പ് പറയത്തൊന്നുമില്ല, എനിക്ക് അവളോട് മാപ്പ് പറയേണ്ട കാര്യവുമില്ല, അല്ലെങ്കിലും അവളാണ് അവളെ ഞാൻ അനുസരിച്ച് മാപ്പ് പറയേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ മകനെ നിനക്ക് രക്ഷപ്പെടുത്തണ്ടേ, അത് അവൾക്കേ കഴിയുകയുള്ളൂ, ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണാനായിട്ടും പരിചരിക്കാനായിട്ടും അലീന പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ആളെ മയക്കാനുള്ളൊരു കഴിവ് അവൾക്കുണ്ട്. ഇപ്പോൾ ശരണ്യയെ മയക്കി എടുത്തിട്ടുണ്ടാവും, അതിനുള്ള പ്രത്യേക കഴിവുണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന് കളിച്ചിട്ട് എന്നെയും എൻ്റെ ഭർത്താവിനെയും ഒക്കെ അകറ്റി മക്കളെയും ഒക്കെ ഇത്തരത്തിലാക്കിയത്. രോഹിത് ഇപ്പോൾ ഈ ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി അലീന തന്നെയാണ്, അവൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാജീവനും ശിവശങ്കരൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കുറ്റം പറയേണ്ട സമയമല്ല, എങ്ങനെയെങ്കിലും അലീനയെ വിളിച്ചു വരുത്തി മാപ്പ് പറഞ്ഞ് രോഹിത്തിനെ രക്ഷിക്കാനും ഹരിയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ പറയാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൈജയന്തി ഇങ്ങനെ ആലോചിക്കുകയാണ്, അവർ പറഞ്ഞത് ശരിയാണ്, ഇനി അവളുടെ ആ പെണ്ണിൻ്റെ കയ്യും കാലും പിടിക്കല്ലാതെ രക്ഷയില്ല, എന്തായാലും ഞാൻ കുറച്ചൊന്ന് അഭിനയിച്ചിട്ട് അവളോട് മാപ്പ് പറയുന്നതായിട്ടൊക്കെ അഭിനയിച്ചിട്ട് അവനൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം, ആരും അറിയാതെ അവളുടെ കയ്യും കാലും പിടിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തി എടുക്കണം, എന്നിട്ട് വേണം എൻ്റെ തനി സ്വഭാവം പുറത്തിറക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒടുവിൽ അലീനയെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറഞ്ഞതനുസരിച്ച് അലീന വരുന്നുണ്ട്. അലീന വരുമ്പോൾ അലീന വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. കാരണം അമ്മ എന്നെ വിളിച്ചല്ലോ, എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം വൈജയന്തി പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി, പക്ഷേ ഇപ്പോൾ എനിക്ക് നിൻ്റെ സഹായം വേണം, എൻ്റെ മകനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നിൻ്റെ സഹായം വേണം, അതിനെക്കൊണ്ട് ഞാൻ ചെയ്ത് പോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് തന്നിട്ട് എൻ്റെ മകനെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നൊക്കെ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് വൈജയന്തി അലീനയോട് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്. പാവം അലീന വൈജയന്തിക്ക് മാനസാന്തരം വന്നു എന്ന് കരുതിയിട്ട് അതൊക്കെ വിശ്വസിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എൻ്റെ ഭാഗത്തുള്ള തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം കൊണ്ട് നീ അവനോട് തീർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നിങ്ങളോടുള്ള ദേഷ്യം ഞാൻ ആരോടും തീർക്കാറില്ല, എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല, തെറ്റ് കണ്ടാൽ പിന്നെ ഞാൻ ആരോടായാലും സംസാരിക്കുകയും ഒക്കെ ചെയ്യും, അതേവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അലീന പോയി കഴിഞ്ഞ ശേഷം വൈജയന്തി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, ഇവൾമാരുടെയൊക്കെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ മകനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഏതായാലും അവനൊന്ന് പുറത്തിറങ്ങട്ടെ, ഇതിനൊക്കെ തിരിച്ചടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ ഇങ്ങനെ വൈജയന്തി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്.